നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂൺ മാസം ആരംഭിക്കാൻ പോവുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളുടെയും പ്രതീക്ഷയുടെയും മറ്റൊരു മാസം കൂടി കടന്നു വരികയാണ്. ജൂൺ മാസം ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വലിയ തരത്തിൽ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. അതായത് ഇനി പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാർക്ക് ലക്ഷ്മി നാരായണന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. തൊട്ടതെല്ലാം പൊന്നാകുന്ന ഭാഗ്യത്തിന്റെ പെരുമഴ പൊഴിയുന്ന ആ 9 ഭാഗ്യ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജ്യോതിഷപ്രകാരം ലക്ഷ്മി നാരായണ യോഗത്തിലൂടെ നമുക്ക് അളവറ്റ ഫലങ്ങൾ വന്നു ചേരുന്നതാണ്. വേദ ജ്യോതിഷപ്രകാരം ഈ നക്ഷത്രക്കാർക്ക് ശുഭകരമായ പല യോഗങ്ങളും വന്നു ചേരുന്നതാണ്. എന്നാൽ ഈ യോഗത്തിലൂടെ ഈ 9 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ എപ്രകാരമാണ് മാറ്റങ്ങൾ വന്നു ചേരുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവയെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യം തന്നെ ലക്ഷ്മി നാരായണ യോഗം എന്താണെന്ന് നോക്കാം. പ്രധാന ശുഭയോഗങ്ങളിൽ ഒന്നാണ് ലക്ഷ്മി നാരായണ യോഗം. ഇത് ശുക്രന്റെയും ബുധന്റെയും കൂടിച്ചേരലിന്റെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. ശുക്രൻ ഇടവൻ രാശിയിൽ പ്രവേശിക്കുന്നതിന്റെ ഫലമായാണ് ഈ യോഗം രൂപം കൊള്ളുന്നത്. മെയ് 31 ശുക്രൻ ഇടവൻ രാശിയിൽ പ്രവേശിക്കുന്നത്. ഇതുമൂലമാണ് ലക്ഷ്മി നാരായണ യോഗം രൂപം കൊള്ളുന്നതും. ഈ കൂടിച്ചേരലിന്റെ ഫലമായി ഇനി പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ലക്ഷ്മി നാരായണ യോഗത്തിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. മാത്രമല്ല ഈ ഒരു യോഗത്തിലൂടെ ഏതൊരു കാര്യത്തിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഇരട്ടി ഫലങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. ബുധനും ശുക്രനും ഒരു രാശിയിൽ ഒരുമിച്ച് ചേരുമ്പോഴാണ് ലക്ഷ്മി നാരായണ യോഗം രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ വിഷ്ണു സമേതനായ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഈ 9 നക്ഷത്രക്കാരിലും ഉണ്ടാവുന്നതാണ്. മാത്രമല്ല ഭാഗ്യത്തിന്റെ പെരുമഴ തന്നെ ഇവരെ കാത്തിരിക്കുന്നു എന്നതാണ് ഈ യോഗത്തിന്റെ പ്രത്യേകതയും. ഇനി ഈ 9 ഭാഗ്യ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായി ഇടവക്കൂറാണ്. കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന 1/4 ഭാഗവും രോഹിണിയും മകീരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും കൂടി ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും ഈ യോഗത്തിലൂടെ വന്നു ചേരുന്ന ഫലങ്ങൾ പറയാവുന്നതിലും അപ്പുറമാണ്. കാരണം ഈ രാശിക്കൂറിന്റെ ലഗ്നഭാവത്തിലാണ് ലക്ഷ്മി നാരായണ യോഗം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിരവധി സുവർണ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് തൊഴിൽപരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതുമാണ്. മാത്രമല്ല നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിക്കുകയും ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുന്നതുമാണ്. ഇനി വിവാഹിതരല്ലാത്തവർക്ക് നിങ്ങളുടെ വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതാണ്. അതുമാത്രമല്ല വിവാഹം കഴിഞ്ഞവരിൽ ദാമ്പത്യ ജീവിതം സന്തോഷത്തിൻ്റെതായി മാറുന്നതുമാണ്. ഇതിനെല്ലാം ഉപരി നിങ്ങൾ എന്തെല്ലാമാണോ ആഗ്രഹിച്ചത് അതെല്ലാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് വന്നു ചേരുകയും പല വഴികളിലൂടെ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതുമാണ്. ഇനി രണ്ടാമതായി കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിന്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യവും കൂടി ചേർന്നതാണ് കർക്കിടകം രാശിക്കാർ. കർക്കിടക കൂറിൽ വരുന്ന ഈ 3 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്ന ഒരു സമയമാണ് ഇതെന്നതിൽ സംശയം വേണ്ട. ലക്ഷ്മി നാരായണ യോഗത്തിലൂടെ ഈ 3 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വരുമാനം വർദ്ധിക്കുകയും കൂടാതെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിറയുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബം സന്തോഷത്തോടെയും മനസമാധാനത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതുമാണ്. ലക്ഷ്മി നാരായണ യോഗത്തിലൂടെ കാലാകാലങ്ങളിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ സൗഭാഗ്യം തേടിയെത്തുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതാണ്. കൂടാതെ പല മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. സാമ്പത്തിക നിക്ഷേപത്തിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി കൈവയ്ക്കുന്ന അല്ലെങ്കിൽ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു സമയമാണ്. അതായത് ഏത് കാര്യത്തിനിറങ്ങിയാലും അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരുന്നതാണ്. ഇനി പണം സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും
വളരെ മികച്ച നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. കൂടാതെ ലോട്ടറി ഭാഗ്യവും നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതാണ്. ഇനി മൂന്നാമതായി ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും കൂടിച്ചേരുന്നതാണ് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും ലക്ഷ്മി നാരായണ യോഗത്തിലൂടെ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ലക്ഷ്മി നാരായണ യോഗത്തിലൂടെ നിങ്ങൾക്ക് പല ഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ്. മാത്രമല്ല ഈ യോഗത്തിലൂടെ ഉണ്ടാകുന്ന ശുഭഫലങ്ങളിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലും ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നതാണ്. കൂടാതെ നിരവധി തൊഴിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. തൊഴിലില്ലാതെ വിഷമിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുക, വിദേശ ജോലി ആഗ്രഹിച്ചവർക്ക് വിദേശ ജോലി ലഭിക്കുക, വരുമാനം വർദ്ധിക്കുക, തൊഴിലിൽ ഉയർന്ന സ്ഥാനം അല്ലെങ്കിൽ പദവി ലഭിക്കുക, അങ്ങനെ തൊഴിൽ സംബന്ധമായി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ്. നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിക്കുന്നതിന്, വരുമാനം വർദ്ധിക്കുന്നതിന് പല സമ്പാദ്യ മാർഗങ്ങളും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തേടി വരുന്നതാണ്. പലപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അത് ജോലിയിലാണെങ്കിലും ശരി, ബിസിനസ്സിലാണെങ്കിലും ശരി, എല്ലാ തരത്തിലും അനുകൂലമായ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത പല ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ്. ലക്ഷ്മി നാരായണ യോഗത്തിലൂടെ ഈ 3 നക്ഷത്രക്കാർക്കും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പുതിയ ഭൂമി വാങ്ങുവാനോ അല്ലെങ്കിൽ പുതിയ വീട് വെക്കുവാനോ അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുവാനോ ഉള്ള യോഗം ഉണ്ടാകുന്നതാണ്. ഇനി സ്വന്തമായി ഒരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, എന്നാൽ പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ മൂലം അല്ലെങ്കിൽ പലവിധ കാരണങ്ങളാൽ നിങ്ങളുടെ ആഗ്രഹം ഇതുവരെയും നടന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് വാഹനം വാങ്ങുന്നതിനുള്ള യോഗം ഈ ലക്ഷ്മി നാരായണ യോഗത്തിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അതിനുള്ള എല്ലാ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അല്ലെങ്കിൽ അവസരങ്ങളും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഈ മെയ് മാസം അവസാനിക്കുന്നതോടുകൂടി ഈ പറഞ്ഞ 9 നാളുകാരുടെയും ജീവിതത്തിൽ ലക്ഷ്മി നാരായണ യോഗത്തിലൂടെ സർവൈശ്വര്യങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. ഇനി ഈ ഭാഗ്യങ്ങൾ പൂർണ്ണമായും നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ ലക്ഷ്മി നാരായണനെ ഈ 9 നക്ഷത്രക്കാരും നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. കൂടാതെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ കൂടി ചെയ്യുക. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി നാരായണന്റെ അനുഗ്രഹം പരിപൂർണമായി നിങ്ങൾക്ക് വന്നു ചേരുകയും ലക്ഷ്മി നാരായണ യോഗത്തിലൂടെ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതുമാണ്. എല്ലാവർക്കും ലക്ഷ്മി നാരായണന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.